നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പല ടൈപ്പ് ലൈൻസിൻ്റെ പല ടൈപ്പ് ഫോംസ് പഠിച്ചായിരുന്നു. ഒരു 5-6 കേസ് പഠിച്ചിട്ടായിരുന്നു. അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ കുറച്ച് ചെയ്തു. ബാക്കി പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ whose perpendicular distance from origin is 5 units. Perpendicular distance from origin 5 units. And angle made by the perpendicular with the positive x-axis is 30 degree. അതായത് പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ അതിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5 യൂണിറ്റ്സ്. ആ പെർപെൻഡിക്കുലർ എക്സൈസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആംഗിളും ആണ് വരുന്നത്. ഓർക്കുന്നുണ്ടോ? ലൈൻ ഇതാണെങ്കിൽ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5 എന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 30 തന്നിട്ടുണ്ട്. അപ്പം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആംഗിളും തരുമ്പോൾ ഫോമാ നോർമൽ ഫോം പിയും തീറ്റയും വരുന്നില്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി അത് 5 ആണ്. ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ ദിസ് ഈസ് ഇൻ ദ നോർമൽ ഫോം. നോർമൽ ഫോമിലെ 2 കേസാണ് പറഞ്ഞിരിക്കുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആംഗിളും. അപ്പോൾ നോർമൽ ഫോമിൽ ലൈനിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? എക്സ് കോസ് ഒമേഗ, തീറ്റ എന്തിന് ഒമേഗയാണ്, ആംഗിൾ തന്നെ ഒമേഗ എന്നല്ലേ എടുത്തേക്കുന്നത്. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ഈ വാല്യൂ കൊടുക്കുക. എക്സ് ഇൻറ്റു കോസ് ഒമേഗ, ഒമേഗയുടെ വാല്യൂ 30 ഡിഗ്രി, പ്ലസ് വൈ ഇൻറ്റു സൈൻ ഒമേഗ എന്ന് പറയുന്നത് സൈൻ 30 ഈക്വൽ ടു പി എന്ന് പറയുന്നത് 5. ഇനി കോസ് 30യുടെ വാല്യൂ അറിയാമല്ലോ. കോസ് 30 എന്ന് വെച്ചാൽ √3/2 ആണ്. എക്സ് ഇൻറ്റു √3/2 പ്ലസ് വൈ ഇൻറ്റു സൈൻ 30 എന്ന് വെച്ചാൽ 1/2 ഈക്വൽ ടു 5. വേണം ഇങ്ങനെ എഴുതാം. √3x/2 പ്ലസ് y/2 ഈക്വൽ ടു 5. വേണം ഇത് കുറച്ചുകൂടി ഇത്ര അണ്ടർലൈൻ ചെയ്താലും മതി. അല്ലെ /2 കോമൺ അല്ലേ. √3x പ്ലസ് y/2 കോമൺ ആയിട്ട് എടുക്കാം ഈക്വൽ ടു 5. ഇവിടെ കൊണ്ട് നിർത്തിയാലും മതി. 2നെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരാൻ √3x പ്ലസ് y ഈക്വൽ ടു 5 × 2 10. ഇങ്ങനെ വേണേ സിമ്പിളാക്കി എഴുതാം. അങ്ങനെ എഴുതണം നിർബന്ധമില്ല. നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ അണ്ടർലൈൻ ചെയ്താലും മതി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ -3 5. പാസിംഗ് ത്രൂ -3 5. അപ്പോൾ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് -3 5. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് 2 5 ആൻഡ് -3 6. 2 5 and -3 6. Find equation of the line passing through this point. From pass ചെയ്ത ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് -3 5. Passing through -3 5 and perpendicular to the line joining these two. ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. Perpendicular to the line joining these two points. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന് പെർപെൻഡിക്കുലർ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫോമിലേക്ക് മാറ്റാൻ പറ്റും? ഒരു പോയിന്റും ലൈനിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ സ്ലോപ്പ് കിട്ടും. പെർപെൻഡിക്കുലറിനോ പാരലലിനോ തന്നിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു പോയിന്റും സ്ലോപ്പും വെച്ചിട്ടുള്ള ആ കേസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്താണെങ്കിലും പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടി. x0 ആണ് പോയിന്റ് -3 5. നമുക്ക് സ്ലോപ്പ് എന്നും കൂടെ കിട്ടിയാൽ മതി. അപ്പം പോയിന്റ് സ്ലോപ്പ് ഫോമിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ലൈനിന് പെർപെൻഡിക്കുലർ 2 5 -3 6 കൂടി പാസ് ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലറാണ്. ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നമ്മുടെ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം സ്ലോപ്പ് ഓഫ് ദ ലൈൻ ത്രൂ 2 5 ആൻഡ് -3 6. ആ രണ്ട് ലൈനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനിന്റെ ആ രണ്ട് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ലോപ്പിന്റെ ഇക്വേഷൻ y2 - y1 x2 - x1 ഈക്വൽ ടു ഇത് x1 y1 ഇത് x2 y2. x1 y1 x2 y2. അപ്പോൾ y2 എന്ന് പറയുന്നത് 6 മൈനസ് y1 എന്ന് പറയുന്നത് 5. 6 - 5 ബൈ x2 എന്ന് പറയുന്നത് -3 മൈനസ് x1 എന്ന് പറയുന്നത് 2. -3 -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 5 എന്ന് പറയുമ്പോഴത്തേക്കും 1 വരും. -3 - 2 എന്ന് പറയുമ്പോഴത്തേക്കും -5 വരും. അപ്പോൾ 6 - 5 1 വരും. -3 - 2 എന്ന് പറയുന്നത് -5 വരും. അപ്പോൾ നമുക്ക് ഈ ലൈനിന്റെ സ്ലോപ്പ് m1 കിട്ടി. -1/5 കിട്ടി. -7 എഴുതിയാലും താഴെ എഴുതിയാലും കുഴപ്പമില്ല. ഇത് നമ്മുടെ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പാണ്. പെർപെൻഡിക്കുലർ ലൈൻസിന്റെ പ്രത്യേകത സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1.
അപ്പോൾ സ്ലോപ്പ് ഓഫ് അവർ ലൈൻ, സ്ലോപ്പ് ഓഫ് അവർ ലൈൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനും നമ്മൾ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനായിട്ട് അതിന്റെ സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻറ്റു M1 ഈക്വൽ ടു -1/5. നമ്മുടെ ലൈനിന്റെ സ്ലോപ്പിന് M എന്ന് എടുക്കാം. M ഇൻറ്റു M1. M1ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. അല്ല ഇത് -1 അല്ല, -1/5 അല്ല, -1 ആണ്. പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1 ആണല്ലോ. പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് അവർ ലൈനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ M1 എന്ന് എടുത്തേക്കുന്നത്. M1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടും. അപ്പോൾ നമ്മുടെ ലൈനിന്റെ സ്ലോപ്പിന് M എന്ന് എടുക്കാം. ഇൻറ്റു M1 നമുക്ക് കിട്ടി -1/5 ഈക്വൽ ടു -. അപ്പോൾ നമ്മുടെ ലൈനിന്റെ സ്ലോപ്പ് M ഈക്വൽ ടു -1 ഇൻറ്റു കേട്ടോ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലേ, അപ്പോഴാകുമ്പോൾ തിരിഞ്ഞു വരും. 5/-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. താഴെയുള്ള ഇവിടെ പ്രോഡക്റ്റാ, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് പ്രോഡക്റ്റ് അല്ലേ, റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. പ്രോഡക്റ്റ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആകും. അപ്പം താഴെയുള്ള 5 മുകളിൽ വരും, മുകളിലുള്ള -1 താഴെ വരും. പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അങ്ങോട്ടും പ്ലസ് ആവത്തില്ലെന്ന്. M + M-1/5 ഈക്വൽ ടു -1 എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് അഡീഷൻ സബ്ട്രാക്ഷനാണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് മൈനസിനോട് പ്ലസ് ആവും. പക്ഷെ ഇവിടെ നോക്കാം, ഇവിടെ എമ്മിന്റെ -1/5ന്റെ ഇടയ്ക്ക് പ്രോഡക്റ്റാണ്, പ്രോഡക്റ്റിന്റെ ഓപ്പോസിറ്റ് ഡിവിഷനാണ്. അപ്പോൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അങ്ങനെ മാറും. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ ശ്രദ്ധിച്ചോണം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കത്തെ ഓപ്പറേഷൻ എന്താന്ന് നോക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആവുക. ഇതിന്റെ ഇടയ്ക്ക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഡിവിഷൻ വരും. ഡിവിഷൻ വരുമ്പോൾ ഡിവൈഡ് ചെയ്തെടുക്കുന്ന മൾട്ടിപ്ലൈ ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്ന ഡിവൈഡ് ചെയ്യും. അപ്പോൾ അത് -1 വെട്ടിപ്പോയിട്ട് 5 വരും. അപ്പോൾ നോക്കാം, നമ്മുടെ പോയിന്റ് ഒരു പോയിന്റ് x0 y0 -3 5 കിട്ടി. സ്ലോപ്പ് M 5 എന്നും കിട്ടി. നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഓഫ് ദ ലൈൻ y - y0 ഈക്വൽ ടു M ഇൻറ്റു x - x0. ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ. y - y0 എന്ന് പറയുന്നത് y0 എന്ന് പറഞ്ഞാൽ 5 ഈക്വൽ ടു M എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 5 ഇൻറ്റു x - x0 എന്ന് പറയുന്നത് -3. y - 5 ഈക്വൽ ടു 5 ഇൻറ്റു x + 3. വേണേ ഇത് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതാം. ഇത്ര എഴുതിയാലും മതി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ cut off equal intersects on the coordinate axis. Find equation of a line cut off equal intersects on the coordinate axis. എന്ന് വെച്ചാൽ x intercept equal to y intercept. Equal intersects എന്നല്ലേ പറഞ്ഞത്. x interceptum y interceptum സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. And pass through the point 2 3. ലൈനിലെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 2 3. പിന്നെ തന്നിരിക്കുന്നത് x intercept equal to y intercept. x intercept equal to y intercept ഇത് തന്നിട്ടുണ്ട്. Find equation of the line that is cut off equal intersects on the coordinate axis. Equal intersects എന്ന് പറയുമ്പോൾ x intercept equal to y intercept and passing through the point 2 3. x interceptലെ നമുക്ക് ഏതെടുക്കാം, y intercept b എന്നാണല്ലോ സാധാരണ എടുക്കുന്നത്. a യും b യും സെയിം ആണ്. അപ്പോൾ x interceptലും y intercept ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിന്റെ ഏത് ഇക്വേഷൻ എടുക്കേണ്ടത്? ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഏത് ഫോം എടുക്കേണ്ടത്? ഇന്റർസെപ്റ്റ് ഫോം. x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും തരുമ്പോഴുള്ള ഇന്റർസെപ്റ്റ് ഫോം എടുക്കുക. നമ്മുടെ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഈസ് ഇന്റർസെപ്റ്റ് ഫോമിലുള്ള ഇക്വേഷൻ x/a + y/b ഈക്വൽ ടു 1 ആണ്. a യും b സെയിം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് b യെ വേണേ a ആക്കാം, a വേണേ b ആക്കാം, രണ്ട് സെയിം ആക്കാം. x/a + y/b ക്ക് പകരം a കൊടുക്കാം ഈക്വൽ ടു 1. a നമുക്ക് ഒരുമിച്ച് എഴുതാം. x + y/a ഈക്വൽ ടു 1 കോമൺ അല്ലേ. a റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം, ഡിവൈഡഡ് ബൈ a റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഇൻറ്റു a ആവും. x + y ഈക്വൽ ടു 1 ഇൻറ്റു a, അതായത് x + y ഈക്വൽ ടു a ആണ് നമ്മുടെ ഇക്വേഷൻ. ഈ വാല്യൂ എയുടെ വാല്യൂ കൂടെ കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി x + y ഈക്വൽ ടു a. ഈ എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ കിട്ടി, എയുടെ കൂടെ കിട്ടിയാൽ മതി. കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ ലൈനിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 2 3. 2 3 is a point on the line. Equation number 1. ഈ ലൈൻ ഇക്വേഷൻ നമ്പർ 1 ആണ് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ. ആ ലൈനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ്
നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് പകരം 2 കൊടുക്കാം, വൈക്ക് പകരം 3 കൊടുക്കാം. ലൈനിൽ ഒരു പോയിന്റ് വന്നാൽ ഈ ലൈനിൽ എക്സിനും വൈക്കും വരെ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യണം. 2 3 കൊടുക്കുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. എക്സിന് 2 കൊടുത്തു പ്ലസ് വൈക്ക് പകരം 3 കൊടുത്തു ഈക്വൽ ടു എ. 5 ഈക്വൽ ടു എ ഉണ്ടോ, എ ഈക്വൽ ടു 5. എയുടെ വാല്യൂ കിട്ടി. ആ എയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ മതി. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ. എക്സ് പ്ലസ് ഈ 2 3 കൂടി പോകുന്നതും ഈക്വൽ ഇന്റർസെക്ഷൻ വരുന്നതുമായ ലൈനിന്റെ ഇക്വേഷൻ ആണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 2. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 2. 2 2 കൂടി പാസ് ചെയ്യുന്ന ലൈനാണ്. കട്ടിംഗ് ഓഫ് ഇന്റർസെക്ട്സ് ഓൺ ദ ആക്സിസ് whose sum is 9. കട്ടിംഗ് ഓഫ് ഇന്റർസെക്ട്സ് ഓൺ ദ ലൈൻ ഓൺ ദ ആക്സിസ് whose sum is 9. ഫൈൻഡ് ഇക്വേഷൻ, മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 2. ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു. 2 2 കൂടി 2 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു. കൂടാതെ കട്ടിംഗ് ഓഫ് ഇന്റർസെക്ട്സ് കട്ടിംഗ് ഓഫ് ഇന്റർസെക്ട്സ് അല്ലേ, കട്ടിംഗ് ഓഫ് ഇന്റർസെക്ട്സ് രണ്ട് ഇന്റർസെക്ട് എയും ബിയും സം ഈസ് 9. ഇവിടെ തന്നിരിക്കുന്നത് ഇന്റർസെക്ട്സിന്റെ സമ്മ് 9 ആണ്. അതായത് ഇന്റർസെക്ട് എന്നും ബിന്നും എടുത്താൽ എ പ്ലസ് ബി 9 ആണ് തന്നിരിക്കുന്നത്. ഇതാണ് മുമ്പേ തന്നിരിക്കുന്നത് ഈക്വൽ ഇന്റർസെക്ട് എ ഈക്വൽ ടു ബി എന്നല്ല തന്നിരിക്കുന്നത്. ഇവിടെ അതിന് പകരം സമ്മ് എ പ്ലസ് ബി ഈക്വൽ ടു 9 എന്നാണ് തന്നിരിക്കുന്നത്. ബാക്കി സെയിം 2 2 കൂടെ പാസ് ചെയ്യുന്നു. ഇന്റർസെക്റ്റിനെ കുറിച്ചാണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്റർസെക്റ്റ് ഫോം വേണം എഴുതാൻ. എ പ്ലസ് ബി 9 ആകുമ്പോൾ ബി ഈക്വൽ ടു നമുക്ക് 9 മൈനസ് എ എഴുതാം. ഒരു വേരിയബിളിലേക്ക് കൊണ്ടുവരാം. എ പ്ലസ് ബി 9 ആണെങ്കിൽ ബി ഈക്വൽ ടു 9 മൈനസ് എ അല്ലേ. നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ ഈസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആണ്. ബിക്ക് വരെ നമ്മൾ 9 മൈനസ് എ കൊടുക്കുന്നു. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ 9 മൈനസ് എ ഈക്വൽ ടു 1. ഒക്കെ എടുക്കാം. ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം എ ഇൻറ്റു 9 മൈനസ് എ. അല്ലെ പിന്നെ ചെയ്താലും മതി. ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ. ഇക്വേഷൻ നമ്പർ 1. ഇപ്പൊ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് കൊടുത്താൽ ഓക്കെ. നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനായിട്ട് നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ ലൈനിലെ ഒരു പോയിന്റ് ഏതാണ്? 2 2. എക്സിന് പകരം 2 കൊടുക്കാം, വൈക്ക് പകരം 2 കൊടുക്കാം. 2 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനിലെ പോയിന്റാണ്. അതുകൊണ്ട് എക്സിന് വൈക്ക് പകരം നമുക്ക് ഉറപ്പായിട്ട് ആ വാല്യൂ കൊടുക്കാം. സിൻസ് 2 2 ഈസ് എ പോയിന്റ് ഓൺ ദ ലൈൻ, ഈസ് എ പോയിന്റ് ഇൻ ലൈൻ 1. ലൈൻ 1ലെ ഒരു പോയിന്റ് ആണ് 2 2. അപ്പൊ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 2, വൈ ഇസ് ഈക്വൽ ടു 2 കൊടുക്കാം. എന്നിട്ട് എ കണ്ടുപിടിക്കാം. അപ്പൊ എക്സിന് 2 കൊടുക്കാം. അപ്പൊ എക്സിന് പകരം 2 കൊടുക്കുമ്പോൾ 2 ബൈ എ വരും. പ്ലസ് വൈക്ക് പകരം 2 കൊടുക്കുമ്പോൾ 2 ബൈ 9 മൈനസ് എ വരും ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് എൽസിയം എടുക്കാം. ഉണ്ടോ? ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഇൻറ്റു 9 മൈനസ് എ. ന്യൂമറേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 9 മൈനസ് എ പ്ലസ് അടുത്ത 2 ഇൻറ്റു എ ഈക്വൽ ടു 1. എൽസിയം എടുത്തെടുത്ത് താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, മേളിലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ഇൻറ്റു 9 മൈനസ് എ പ്ലസ് 2 ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യുക. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 9 മൈനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 9 18 മൈനസ് 2 ഇൻറ്റു എ 2a വരും. 18 മൈനസ് 2a വരും. പിന്നെ പ്ലസ് 2a ബൈ എ ഇൻറ്റു 9 മൈനസ് എ. നമുക്ക് എക്സ്പാൻഡ് ചെയ്തേക്കാം. എ ഇൻറ്റു 9 മൈനസ് എന്ന് പറയുമ്പോൾ 9a മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 1. ഇനി ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ഡിവൈഡഡ് ബൈ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു നമുക്ക്. അപ്പം ഈ മൈനസ് 2a പ്ലസ് 2a വെട്ടിപ്പോഴും 18 ഈക്വൽ ടു 1 ഇൻറ്റു 9a മൈനസ് എ സ്ക്വയർ. കണ്ടോ? ഇവിടെ നിങ്ങൾ തെറ്റിക്കരുന്ന ഡിവിഷനാണ്. ഡിവിഷൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഡിവിഷനാണ്. ഡിവിഷൻ അപ്രയോഗം മൾട്ടിപ്ലിക്കേഷൻ ആവും. അതുകൊണ്ടാണ് 1 ഇൻറ്റു വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് 18 ഈസ് ഈക്വൽ ടു 9a മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. എല്ലാത്തിനും ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരിക. 18 മൈനസ് 9a പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 0. അതായത് എ സ്ക്വയർ മൈനസ് 9a പ്ലസ് 18 ഈക്വൽ ടു 0 വരും. നമുക്ക് എ കണ്ടുപിടിക്കാം. എ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്
ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a മൈനസ് ബി എന്ന് പറഞ്ഞാൽ -9 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബി -9 സി 18 ആണ്. അപ്പോൾ -9ന്റെ സ്ക്വയർ വരുമ്പോൾ 81 വരും. ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 18 4ac 4 ഇൻറ്റു 1 ഇൻറ്റു 18 4 ഇൻറ്റു 1 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ എത്ര വരും? 72 അല്ലേ? ബൈ 2 ഇൻറ്റു എ 2 വരും. 2 ഇൻറ്റു 1 2 വരും. ദാറ്റ് ഈസ് -9 എന്ന് പറയുമ്പോൾ 9 വരും. പ്ലസ് ഓർ മൈനസ് 81 മൈനസ് 72 എന്ന് പറയുമ്പോഴത്തേക്കും 9 വരും. 9ന്റെ റൂട്ട് എടുക്കുമ്പോൾ 3 വരും ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 പ്ലസ് 3 ബൈ 2 വരും. 9 മൈനസ് 3 ബൈ 2 വരും ഈക്വൽ ടു 9 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 12 12 ബൈ 2 എന്ന് പറയുമ്പോൾ 6 വരും. 9 മൈനസ് 3 എന്ന് പറയുമ്പോൾ 6 6 ബൈ 2 എന്ന് പറയുമ്പോൾ 3 വരും. എക്ക് രണ്ട് വാല്യൂസ് 6 എടുക്കാം 3 എടുക്കാം. എക്ക് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും 6ഉം 3ഉം. അപ്പോൾ നമ്മുടെ ലൈൻ ഇക്വേഷൻ നമ്പർ 1 നമ്മുടെ ലൈനിന്റെ അകത്തേക്ക് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1ലേക്ക് ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു ഇക്വേഷൻ x ബൈ ആദ്യം നമ്മൾ 6 കൊടുക്കുന്നു. എക്ക് 6 കൊടുക്കുന്നു. x ബൈ 6 പ്ലസ് y ബൈ 9 മൈനസ് 6 ഈക്വൽ ടു 1. ഓ അടുത്തത് കൊടുക്കാം. എക്സിന് 3 കൊടുക്കാം. എക്സിന് 3 കൊടുക്കുമ്പോഴത്തേക്കും x ബൈ 3 പ്ലസ് y ബൈ 9 മൈനസ് 3 ഈക്വൽ ടു 1 വരാം. ഇത് രണ്ടിന് ഏത് വേണമെങ്കിലും വരാം. ഇവിടെ നമ്മൾ എക്ക് 6 കൊടുക്കും, ഇവിടെ എക്ക് 3 കൊടുക്കും. അതായത് x ബൈ 6 പ്ലസ് y ബൈ 3 ഈക്വൽ ടു 1 ഓർ x ബൈ 3 പ്ലസ് y ബൈ 6 ഈക്വൽ ടു 1. ഇന്റർസെപ്റ്റ് സമ്മ 9 വന്നാൽ മതി. 6 പ്ലസ് 3 9 വരും. ഇവിടെ 3 പ്ലസ് 6 9 വരും. ഇതാണ് ഇക്വേഷൻ. നമുക്ക് എല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മുമ്പ് എയും ബി സെയിം ആയതുകൊണ്ട് എളുപ്പമായിരുന്നു. ഇവിടെ എയും ബി ഡിഫറൻറ്റ് ആയതുകൊണ്ട് ഇച്ചിരി കൂടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Find the perpendicular from origin to a line. Perpendicular from origin to a line. ലൈനിലേക്കുള്ള perpendicular meet it at the point -2 ഈ പോയിന്റ് -2 ആണ്. Perpendicular from origin to a line meet it on the line -2. Find equation of the line. Perpendicular from origin meets the line at -2. വേറെ ഒന്നും തന്നിട്ടില്ല. പെർപെൻഡിക്കുലർ ഒറിജിനിൽ നിന്ന് ലൈനിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലറിന്റെ കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ. അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇവിടെ വരാം. ഒറിജിനൽ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നോർമൽ ഫോം പി എടുക്കാം. പക്ഷേ ഈ ആംഗിളിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. ആ ആംഗിൾ എന്താണെന്ന് നമുക്ക് അറിയത്തേ ഇല്ല. അറിയാമോ? ഇല്ലല്ലോ. അത് കണ്ടുപിടിക്കാനൊരു മാർഗവും ഇല്ല. അപ്പം നോർമൽ ഫോമിലേക്ക് പോകരുത്. ആ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് യാതൊന്നും തന്നിട്ടില്ല. അപ്പം ഈ ഒരു പെർപെൻഡിക്കുലറിന്റെ രണ്ട് പോയിന്റ്സ്, ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 0 ആണെന്ന് അറിയാമല്ലോ. ഒറിജിനിൽ ഇങ്ങോട്ടുള്ളതല്ലേ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലൈനിന്റെ സ്ലോപ്പ് കാണാം. പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് കിട്ടിയാൽ പിന്നെ ഇതിന്റെ സ്ലോപ്പ് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1 ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ നമ്മള് ലൈനിന്റെ ഒരു പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടി -2. നമ്മുടെ ലൈനിന്റെ ഒരു പോയിന്റ് -2 ഒരു പോയിന്റ് കിട്ടി. ഈ ലൈനിന്റെ സ്ലോപ്പും കൂടെ കിട്ടിയാൽ നമ്മുടെ ഫസ്റ്റ് സ്ലോപ്പ് പോയിന്റ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോർമൽ ഫോമിലേക്ക് പോകരുത്. നോർമൽ ഫോമിലേക്ക് പോയാൽ ഈ ആംഗിൾ കിട്ടണം. അതിനായിട്ടൊന്നും തന്നിട്ടില്ല. പക്ഷെ ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കാണാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് കിട്ടും. അപ്പൊ സ്ലോപ്പും പോയിന്റും വെച്ച് നമുക്ക് അത് ചെയ്യാം. അങ്ങനെ വേണം ചെയ്യാൻ. അപ്പൊ നമ്മുടെ ലൈനിന് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പോയിന്റ് x0 y0 അത് കിട്ടിയിട്ടുണ്ട്. -2 ലൈനിലെ പോയിന്റ് തന്നിരിക്കുന്നത് -2 മീറ്റ് ഇറ്റ് ഓൺ ദ ലൈൻ എന്ന് പറയുമ്പോൾ ലൈനിൽ ഒരു പോയിന്റ് ആണ് നമുക്ക് കിട്ടിയിരുന്നത് -2. സ്ലോപ്പും കൂടെ കിട്ടിയാൽ മതി. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ നമുക്ക് കാണാം. സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലറിനെ നമുക്ക് m1 എന്നെടുക്കാം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു x1 y1 ആയിട്ട് 0 0യും x2 y2 ആയിട്ട് -9 എടുക്കാം. അപ്പൊ y2 എന്ന് പറഞ്ഞാൽ 9 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0 ബൈ x2 എന്ന് പറഞ്ഞാൽ -2
ബൈ x1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ നമുക്ക് 9 മൈനസ് 0 9 വരും, -2 മൈനസ് 0 -2 വരും. നമ്മുടെ പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് കിട്ടി. അപ്പം നമ്മുടെ ലൈനിന്റെ സ്ലോപ്പ് കാണാനായിട്ട് പ്രോഡക്റ്റ് -1 എന്നുള്ള കൺസെപ്റ്റ് എടുത്താൽ മതി. സ്ലോപ്പ് ഓഫ് അവർ ലൈൻ ഇൻറ്റു സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ഈക്വൽ ടു -1. അതിന്റെ പ്രോഡക്റ്റ് -1 ആണ്, നമുക്കറിയാലോ. പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1 ആണ്. സ്ലോപ്പ് ഓഫ് അവർ ലൈനിനെ m എന്ന് എടുക്കാം ഇൻറ്റു സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ നമുക്ക് കിട്ടി 9/-2 ഈക്വൽ ടു -1. therefore m ഈക്വൽ ടു പ്രോഡക്റ്റ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആവും. താഴെയുള്ള മേളിലുള്ള താഴെ വരും. -1 ഇൻറ്റു -2/9. അപ്പോൾ മൈനസും പോസിറ്റീവ് ആകും. 2/9 കിട്ടും. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടി. പോയിന്റ് x0 y0 കിട്ടി. ഇക്വേഷൻ ഈസ് y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0. y മൈനസ് y0 എന്ന് പറഞ്ഞാൽ 9 ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ 2/9 ഇൻറ്റു x മൈനസ് x0 എന്ന് പറഞ്ഞാൽ -2. അടുത്ത സ്റ്റെപ്പിൽ y മൈനസ് 9 ഈക്വൽ ടു 2/9 ഇൻറ്റു x പ്ലസ് 2 കിട്ടും. -2നെ x പ്ലസ് 2 കിട്ടും. ഇത്ര എഴുതി വെച്ചാൽ മതി. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. P of AB is the midpoint of a line segment between axes. P of AB is a P of AB is the midpoint of a line segment between axes. Midpoint of a line segment between axes എന്ന് വെച്ചാൽ ഇങ്ങനെ ലൈൻ പോകുന്നു, ഇവിടെ രണ്ടിനെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ മിഡ് പോയിന്റ് ആണ് P of AB. P of AB is the midpoint of a line segment between axes. Line segment between axes. So രണ്ട് ആക്സിസിന്റെ ഇടയ്ക്ക് വരുന്ന ലൈൻ സെഗ്മെന്റ് ഇല്ല, ആ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് P of AB. Show that equation of the line is P line equation. Show that equation of the line is x/a plus y/b is equal to 2 എന്ന് പറയണം. നമ്മുടെ ഈ ലൈനിന്റെ ഇക്വേഷൻ x/a plus y/b equal to 2 എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ഈ ലൈനിന്റെ ഈ ഇന്റർസെപ്റ്റ് ഉണ്ടല്ലോ, രണ്ട് ഇന്റർസെപ്റ്റിന്റെ മിഡ് പോയിന്റ് P of AB തന്നിട്ടുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് ഫോം വെച്ചാൽ ചെയ്യേണ്ടത്? ഇവിടെ നോക്കാം, ഈ ഇന്റർസെപ്റ്റിന്റെ മിഡ് പോയിന്റ് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം വെച്ച് വേണം ചെയ്യാൻ. ഇന്റർസെപ്റ്റ് ഫോം വെച്ച് ചെയ്യണമെങ്കിൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് നമുക്ക് അറിയത്തില്ല, നമുക്ക് ഇവിടെ എയും ബിയും എടുക്കാൻ പറ്റിയല്ല, കാരണം ഇവിടെ ഓൾറെഡി എ ബി തന്നിട്ടുണ്ടല്ലോ. അത് നമുക്കറിയാം. ഈ പോയിന്റ് സി എടുക്കാം, ഈ പോയിന്റ് ഡി എടുക്കാം. എക്സ് ഇന്റർസെപ്റ്റിനെ നമുക്ക് സി എടുക്കാം, y ഇന്റർസെപ്റ്റിനെ ഡി എടുക്കാം. അപ്പം പോയിന്റ്സ് ആർ നമ്മൾ പോയിന്റ് കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതിയാലോ, പോയിന്റ്സ് ആർ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് നോക്കാം. എക്സിന്റെ വാല്യൂ സി ആണ്, വൈയുടെ വാല്യൂ 0. എക്സ് സിയും വൈ 0. ആൻഡ് അടുത്ത ഡി എടുത്താൽ ഇവിടെ എക്സ് 0 ആണ്, വൈ ഡി ആണ്. വൈ അല്ലേ ഇവിടെ ഡി, ഇപ്പൊ എക്സ് 0. വൈ ആക്സിൽ എടുക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആണ്, കണ്ടോ. എക്സ് ആക്സിൽ എടുക്കുമ്പോൾ വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ സി എക്സ് ഇന്റർസെപ്റ്റ് സി എന്ന് പറയുമ്പോൾ പോയിന്റ് സി 0, വൈ ഇന്റർസെപ്റ്റ് ഡി എന്ന് പറയുമ്പോൾ പോയിന്റ് 0 ഡി. അത്രയും കിട്ടി. അപ്പൊ നമുക്കറിയാം ഈ രണ്ട് പോയിന്റിന്റെ മിഡ് പോയിന്റ് P of AB ആണ്. മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു AB ആണ് മിഡ് പോയിന്റ്. നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ അറിയാലോ. x1 plus x2/2 y1 plus y2/2 ആണ് മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ AB. x1 y1 ആയിട്ട് c0യും x2 y2 ആയിട്ട് 0d വരും. അപ്പോൾ നമ്മൾ കൊടുക്കുക x1ന് പകരം c പ്ലസ് x2ന് പകരം 0/2, y1ന് പകരം 0 പ്ലസ് y2ന് പകരം d/2. അത് നമുക്ക് AB തന്നിട്ടുണ്ട്. c/2, d/2 ആണ് AB. കണ്ടോ, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു, രണ്ട് പേഴ്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് നമുക്ക് സെയിം ആയിട്ട് എടുക്കാം. അപ്പോൾ c/2ന്റെ സ്ഥാനത്ത് എയും വരും, ആൻഡ് d/2ന്റെ സ്ഥാനത്ത് ബിയും വരും. അപ്പോൾ നമ്മൾ c ഈക്വൽ ടു 2 റൈറ്റ് സൈഡ് പോകുമ്പോൾ 2 ഇൻറ്റു എ വരും, d ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി വരും. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് സി ആണ്, അതായത് 2a, സിയുടെ വാല്യൂ 2a. എക്സ് ഇന്റർസെപ്റ്റ് നമുക്കപ്പം കിട്ടി, എക്സ് ഇന്റർസെപ്റ്റ് ഈക്വൽ ടു
2a വരും. എയുടെ സ്ഥാനത്ത് 2a വരും. y ഇന്റർസെപ്റ്റ് d ആയിരുന്നു. y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 2b യും വരും. x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും കിട്ടിയ നമ്മുടെ ഇക്വേഷൻ ഈസ് നമ്മൾ ഇങ്ങനെ പഠിച്ച x ബൈ a എന്ന് വെച്ചാൽ x ഇന്റർസെപ്റ്റ് അല്ലേ. x ബൈ x ഇന്റർസെപ്റ്റ് പ്ലസ് y ബൈ y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 1 ആണ്. അത് നമ്മുടെ ഇക്വേഷൻ. x ബൈ a പ്ലസ് y ബൈ b ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ x ബൈ x ഇന്റർസെപ്റ്റ് പ്ലസ് y ബൈ y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ ഇന്റർസെപ്റ്റിന്റെ വാല്യൂ കൊടുക്കും. x ബൈ x ഇന്റർസെപ്റ്റ് നമുക്ക് 2a കിട്ടി പ്ലസ് y ബൈ y ഇന്റർസെപ്റ്റ് 2b കിട്ടി ഈക്വൽ ടു 1. രണ്ടിടത്തും 2 കോമൺ അല്ലേ, ഡിവൈഡ് ബൈ 2 ആട്ടോ. 1/2 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 1/2 കോമൺ എടുക്കുമ്പോൾ x ബൈ എയും y ബൈ ബിയും വരും. ബൈ 2 നമ്മൾ കോമൺ ആക്കി എടുക്കും. ഇങ്ങനെ വരും. ഇനി ബൈ 2 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. പിന്നെ 2 ആകും. അപ്പോൾ x ബൈ എ പ്ലസ് y ബൈ ബി ഈക്വൽ ടു 1 ഇൻറ്റു 2 വരും. അതായത് 2 വരും. ഇതെല്ലാം x ബൈ എ പ്ലസ് y ബൈ ബി ഈക്വൽ ടു 2. അതായത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് ആൻസർ കിട്ടി. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയല്ലോ. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ശരി.